ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നനാ സമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു മുനാദിയ ഒരു വിളിയാളനെ കേട്ടിരിക്കുന്നു യുനാദി ലിൽ ഈമാൻ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളനെ കേട്ടിരിക്കുന്നു അൻ ആമിനൂ ബിറബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക എന്ന് സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്നൊരു വിളിയാളനെ കേട്ടിരിക്കുന്നു ഫആമന്ന അങ്ങനെ ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണമേ വകഫിർ അന്നാ സയ്യിആതിന ഞങ്ങളുടെ തിന്മകൾ മാപ്പാക്കണമേ വതവഫനാ മഅൽ അബ്റാർ ഞങ്ങളെ നീ പുണ്യവാളന്മാരോടൊപ്പം മരിപ്പിക്കണമേ റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക് ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ പ്രവാചകന്മാരിലൂടെ ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ നിന്ദിരാക്കരുത് ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് തീർച്ചയായും നീ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതല്ല സൽബുദ്ധിയുള്ളവരുടെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ ആയത്തുകളിൽ വിവരിക്കുന്നത്. ഒന്ന്, അവർ പടച്ചവനെ സദാസമയവും ധ്യാനിക്കുന്നു. 2, അവർ പടച്ചവന്റെ സൃഷ്ടി വൈഭവങ്ങളിൽ ചിന്തിക്കുന്നു. 3, അവർ പടച്ചവനോട് സദാസമയവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളിൽ 3 പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ ആയത്തിൽ വന്നു, പടച്ചവനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് നരകശിക്ഷയിൽ നിന്നും കാവലിനെ തേടുന്നു. ഇതിൽ അള്ളാഹുവിന്റെ ഏകത്വം, പടച്ചവന്റെ തൗഹീദ് അടങ്ങിയിരിക്കുന്നു. അടുത്ത 2 പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഓതപ്പെട്ട ആയത്തുകളിലുള്ളത്. ഒന്നിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ പ്രവാചകത്വത്തെക്കുറിച്ചുള്ള സമ്മതവും, 2 മറ്റൊരു അടിസ്ഥാന പ്രമാണമായ പരലോകത്തെക്കുറിച്ചുള്ള ഉണർവും അടങ്ങിയിരിക്കുന്നു. ربنا إننا سمعنا مناديا ينادي للإيمان
പടച്ചവന്റെ സൃഷ്ടിവൈഭവങ്ങളിൽ ചിന്തിക്കുന്ന അവകളെല്ലാം വെറുതെ പടച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുവകകളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പടച്ചിരിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് ഈ വസ്തുവകകൾക്കൊന്നും യാതൊരു ഗുണവുമില്ല. അപ്പോൾ മനുഷ്യനെ മറ്റൊരു ധർമ്മത്തിന് വേണ്ടിയാണ് പടച്ചതെന്ന് മനസ്സിലായി. അതാകുന്നു പടച്ചവനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുക. ഇത് മനസ്സിലാക്കുന്ന ദാസൻ അടുത്തതായി ചിന്തിക്കും, എന്റെ ജീവിത ലക്ഷ്യം പടച്ചവനെ അറിയലും പടച്ചവനെ ആരാധിക്കലുമാണെങ്കിൽ അതിനുള്ള വഴി എന്താണ്? രണ്ട് വഴികൾ അവർക്ക് മുന്നിൽ കാണപ്പെടും. ഒന്നാമത്തെ മാർഗം, പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പടച്ചവനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുക. രണ്ട്, നമുക്ക് തോന്നുന്ന നിലയിൽ പടച്ചവനെ അറിയുകയും പടച്ചവനെ ആരാധിക്കുകയും ചെയ്യുക. ഇതിൽ ഒന്നാമത്തേത് ശരിയും രണ്ടാമത്തേത് തെറ്റുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അവർ അന്വേഷിക്കും, പടച്ചവന് പൊരുത്തമായ നിലയിൽ പടച്ചവനെ അറിയാനും ആരാധിക്കാനുമുള്ള മാർഗം എന്താണ്? അതിനുത്തരമായി അവർ കണ്ടെത്തും. അതിനുവേണ്ടി പടച്ചവന് വെച്ചിരിക്കുന്ന മഹത്തായ മാർഗത്തിന്റെ പേരാണ് പ്രവാചകത്വം. പടച്ചവനെ അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ പ്രവാചകന്മാർ ആവശ്യമാണ്. പടച്ചവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണമെങ്കിൽ പ്രവാചകന്മാർ ആവശ്യമാണ്. പടച്ചവൻ അവന്റെ ദാസന്മാരിൽ നിന്നും ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അങ്ങനെ അവർക്ക് പടച്ചവനെക്കുറിച്ചുള്ള അറിവുകളും പടച്ചവനെ ആരാധിക്കേണ്ട രീതികളെക്കുറിച്ചുള്ള അറിവുകളും പടച്ചവൻ വഹയിലൂടെ ബോധനം നൽകും. അവർ ഏതൊരു കാര്യം പടച്ചവനെക്കുറിച്ച് പറയുമോ, ആരാധനയെക്കുറിച്ച് പറയുമോ, അതാണ് പടച്ചവന് പൊരുത്തമായ നിലയിൽ പടച്ചവനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ربنا إننا سمعنا مناديا ينادي للإيمان. അങ്ങനെ അവർ പ്രവാചകന്മാരെ തേടുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നു. മക്ക മുക്കറമയിൽ ജനിച്ച് ലോകം മുഴുവനും പ്രകാശം പരത്തിക്കൊണ്ട് മദീന മുനവ്വറയിൽ വിശ്രമിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അവരുടെ കരങ്ങളിൽ പിടിച്ച് നെഞ്ചു തടയിക്കൊണ്ട് പടച്ചവനെ മനസ്സിലാക്കി തരുന്നു. പടച്ചവനെ ആരാധിക്കേണ്ട രീതികളും മനസ്സിലാക്കി തരുന്നു. ഇത്തരുണത്തിൽ അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നൊരു വിളിയാളനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. ആ ദൂതൻ ഞങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പടച്ചവനിൽ, നിങ്ങളുടെ പരിപാലകനിൽ, നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു. ആ പ്രവാചകൻ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫആമന്നാ. അങ്ങനെ ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ദൂതനിൽ വിശ്വസിച്ചിരിക്കുന്നു, ആ ദൂതൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു.
ഫആമന്നാ, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവരുടെ മുമ്പാകെ അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ പ്രത്യക്ഷപ്പെടും. ഒരു മനുഷ്യൻ നന്നാകാൻ ആഗ്രഹിക്കുമ്പോൾ അവന് മുന്നിൽ അവൻ മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പ്രത്യക്ഷപ്പെടും. ഈ സന്ദർഭത്തിൽ അവർക്ക് മുമ്പാകെ പടച്ചവന്റെ വിശാലമായ കാരുണ്യവും കൃപയും അതും വെളിവാകും. ഉടനെ അവർ പറയും, റബ്ബനാ ഫഗ്ഫിർ ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ, ദുനൂബന, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരേണമേ, വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ തിന്മകളെ നീ മായിച്ചു തരേണമേ, ഞങ്ങളുടെ വൻപാപങ്ങൾ പുറത്തു തരേണമേ. ഞങ്ങൾ ധാരാളം വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്നോട് പങ്കുചേർത്തു പോയി, മാതാപിതാക്കളെ ദ്രോഹിച്ചുപോയി, സാമ്പത്തിക ക്രമക്കേടുകളിൽ അകപ്പെട്ടുപോയി, വലിയ വലിയ ധാരാളം കുറ്റങ്ങൾ ചെയ്തു പോയി. ഇനി ഞങ്ങളത് ചെയ്യുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിന, വലുതല്ലെങ്കിലും മറ്റ് ധാരാളം പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരവധി തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ, മാപ്പാക്കി തരേണമേ. വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്ത്യത്തെപ്പറ്റി ചിന്ത വരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മരണം നല്ലവരുടെ രീതിയിലാക്കേണമേ. ഞങ്ങളെ നീ നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കേണമേ. പുണ്യവാളന്മാരോടൊപ്പം ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും അവരോടൊപ്പം അവരുടെ രീതിയിൽ മരണം നൽകുകയും നാളെ അവരോടൊപ്പം ഞങ്ങളെ നീ ചേർക്കുകയും ചെയ്യണമേ. പ്രവാചകത്വത്തിലുള്ള വിശ്വാസം പടച്ചവൻ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ നിങ്ങൾ അറിയിൻ, ആ പടച്ചവനെ നിങ്ങൾ ആരാധിക്കിൻ. പടച്ചവനെ അറിയേണ്ടതുപോലെ അറിയാനും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാനുമുള്ള മാർഗമാണ് പ്രവാചകന്മാർ. അതിൽ അവസാനത്തെ കണ്ണിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയിൽ വിശ്വസിക്കുകയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുകയും ജീവിതത്തെ നിരന്തരം തിരുത്തുകയും മരണത്തെക്കുറിച്ച് ആലോചിച്ച് പരലോകത്തിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. വതവഫനാ മഅൽ അബ്റാർ.